കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഞാൻ എൻ്റെ പെറ്റമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുകയാണ്. ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും തീരുന്നതല്ല. ഞാൻ ചാമ്പലാവുന്നത് വരെ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരിക്കും. ഇത് എങ്ങനെയെങ്കിലും എന്നെയും തകർക്കുക, ഈ സ്ഥാപനത്തെയും തകർക്കുക എന്നുള്ള ആജന്മ ശത്രുക്കൾ ഈ നാട്ടിൽ കുറച്ച് പേരുണ്ട്. അവരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ നിക്ഷേപകരുടെ സംരക്ഷകനോ അപ്പോസ്തലരോ ആവേണ്ട കാര്യമില്ല. എനിക്ക് ഈ പ്രസിഡന്റ് എന്നുള്ള ഞാൻ ഒരിടത്തും വിളിച്ചോടില്ല. പല സഹകരണ സംഘങ്ങളിൽ നിന്നും ഭാരവാഹിത്വം വഹിച്ച് അവിടെ അവിശ്വാസത്തിലൂടെയും അല്ലാതെയും പുറത്താക്കിയ ഒരു എംബോഹിയാണ് ഈ സ്ഥാപനത്തെ ഇപ്പോൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിജുവിൻ്റെ കയ്യക്ഷരത്തെക്കുറിച്ച് ഞാൻ സംശയം പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഡയറി കുറിപ്പ് വിശദമായി പരിശോധിക്കണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ നടക്കുന്ന സമരാഭാസങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഡയറി കുറിപ്പിൽ സംശയം പ്രചരിപ്പിച്ചത്. ഡയറി കുറിപ്പ് ആരാണ് ഇത് എഴുതിയത്, അല്ല അതിന് ബാക്കി പ്രേരണ ഉണ്ടോ, സമ്മർദ്ദങ്ങൾക്ക് എനിക്കിത് പിന്നീട് ഉയരുന്ന വാദങ്ങളും വച്ച് നോക്കുമ്പോൾ എനിക്ക് ബലമായ സംശയം ഉണ്ട്. നമസ്കാരം. ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഇടപാടുകാരൻ ബിജുകുമാർ കഴിഞ്ഞയാഴ്ച ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ആത്മഹത്യയുമായി ഉയർന്നു കേട്ട ഒരു പേര് സംഘം പ്രസിഡന്റ് അണിയൂർ ജയകുമാറിൻ്റേതായിരുന്നു. ബാങ്കിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം പലരും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നത് എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് കണ്ടലയും കരുവന്നൂറും ഉൾപ്പെടെയുള്ള പല സഹകരണ ബാങ്കുകളും ഇതിലും വലിയ തട്ടിപ്പുകൾ നടത്തിയപ്പോൾ ഇല്ലാതിരുന്ന പല നടപടികളുമാണ് ഇപ്പോൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങളിതിൻ്റെ പിന്നാലെ ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയേണ്ടതുണ്ട്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സംഘം പ്രസിഡന്റ് അണിയൂർ ജയകുമാറിൻ്റെ, അഡ്വക്കേറ്റ് അണിയൂർ ജയകുമാറിൻ്റെ അടുത്തേക്കാണ്. നമസ്കാരം സാർ. നമസ്കാരം. താങ്കൾ അറിഞ്ഞല്ലോ, ഒരുപാട് ഇതിനു മുമ്പും കേരളത്തിൽ സാമ്പത്തിക തട്ടിപ്പുകളും അതുപോലെ സഹകരണ ബാങ്ക് തട്ടിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു മരണത്തോടു കൂടി, എന്നാൽ ഇപ്പോൾ മരണം ഈ പിക്ചറിലില്ല. പകരം ബാങ്കിൽ ഉപരോധവും അതുപോലെ ബാങ്ക് ജീവനക്കാർ അതിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കാതിരിക്കുകയും ഒരു വ്യക്തി താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ചിലർ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് താങ്കൾ എന്ന് പറയുന്നു? തീർച്ചയായും അതാണ് 100% ശരി. ബിജു ഈ സ്ഥാപനത്തിലെ 2000 തുടക്കം മുതലുള്ളൊരു കസ്റ്റമറായിരുന്നു. അതിലുപരി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് അവൻ്റെ അമ്മയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും എന്നെ നല്ലവണ്ണം അറിയാം. എനിക്ക് അവരെയും അറിയാം. വിവാഹാനന്തരം അദ്ദേഹം താമസിക്കുന്നതും ഒക്കെ ഞാൻ ഈ അടുത്ത കാലത്താണ്. ആ വീട് ഞാൻ കണ്ടിട്ടുമില്ല. ഞങ്ങൾ പിന്നീടാണ് ഇന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. ആ വൈഫോ മക്കളോ ഇതിനു മുമ്പ് എന്നെ സമീപിച്ചിട്ടുമില്ല, സംഘത്തിലോട്ട് വരാറുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ പരസ്പരം അറിയാവുന്നതും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ബിജുവും ഞാനും. ഈ ഒരു സാഹചര്യത്തിന് ശേഷം ഇത് അപ്രതീക്ഷിതമായ ഞെട്ടലോടെയാണ് ശനിയാഴ്ച രാവിലെ ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. ബിജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന നിങ്ങൾ ഇപ്പോൾ ചോദിക്കാത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഡയറിയിൽ എൻ്റെ പേര് എഴുതി വെച്ചു എന്ന് പറയും. ഒരു സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് അല്ല, സംഘം കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു. ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെ വ്യക്തിപരം അവിടെയാണ് എനിക്ക് സംശയം എന്ന് പറയുന്നത്. ഈ ഡയറി കുറിപ്പിൽ ഈ പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കുകയും ജീവനക്കാരാണ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ താങ്കളുടെ പേര് എഴുതി വെച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ താങ്കളും ബിജുകുമാറും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ? ഒരുവിധ വാക്കുതർക്കം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് 1 മാസമായി അദ്ദേഹം എന്നെ കാണാറില്ല. ഒരുവിധ വാക്കുതർക്കം ഉണ്ടായിട്ട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കളുടെ ഒരു പേര് അവിടെയാണ് ഞാൻ അന്വേഷണം വയ്ക്കണം എന്ന് പറയുന്നത്. അതായത് അത് ബിജു എഴുതിയതാണോ? സ്വന്തം നിലയിൽ സ്വന്തം കൈപ്പട എൻ്റെ സഹകരണ സംഘത്തിലുണ്ട്. ബിജു അനവധി ഇടപാടുകൾ നടത്തുന്ന ആളാണ്. അപ്പോൾ ബിജുവിൻ്റെ കയ്യക്ഷരവും ഒപ്പും എൻ്റെ സഹകരണ സംഘത്തിലുണ്ട്. അപ്പോൾ ആ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഡയറി കുറിപ്പ് ആരാണ് ഇത് എഴുതിയത്, അല്ല അതിന് ബാക്കി പ്രേരണ ഉണ്ടോ, സമ്മർദ്ദങ്ങൾക്ക് എനിക്കിത് പിന്നീട് ഉയരുന്ന വാദങ്ങളും വച്ച് നോക്കുമ്പോൾ എനിക്ക് ബലമായ സംശയം ഉണ്ട്. അത് ഗൗരവമായി ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിച്ച് പരിശോധിക്കണം. അതെൻ്റെ ഒരു ആരോപണമാണ്. അതുപോലെ തന്നെയാണ് ഈ ഓഡിറ്റിൽ വളരെയധികം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. മാധ്യമങ്ങൾ കണ്ടതാണ്. എന്താണ് അതേക്കുറിച്ച്? ഒരുവിധ ക്രമക്കേട് അവിടെ ഉണ്ടായിട്ടില്ല. ക്രമക്കേട് എന്ന് പറഞ്ഞാൽ പണം അപഹരിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ്. ആരെങ്കിലും പേരിൽ ബിനാമി ലോൺ എടുക്കുകയോ അതെടുത്ത് പ്രസിഡന്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയോ ഒക്കെ ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് പണം വിനിയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ക്രമക്കേടെന്ന് പറയാം. വായ്പ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ ഈ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് ആർജവമുണ്ട്. അത് തിരിച്ചു പിടിക്കുകയും സംഘത്തെ
സംഘത്തിന് ഇതുവരെയും ഏതൊരുവിധ പ്രശ്നം ഒരു നിക്ഷേപകനും അവിടെ വന്ന് ശനിയാഴ്ചയ്ക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച വരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഈ മരണപ്പെടുന്ന ദിവസം മുതൽ ശനിയാഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസം വരെ അവിടെ ഒരു നിക്ഷേപകനും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിക്ഷേപകരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഒരു കുറച്ച് പേരെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. ഒരുപാട് പേര് ഇന്നലെ വേറൊരു പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു 2-3 പേരുടെ പേര് പറഞ്ഞിരുന്നു. അവരെ ഞങ്ങൾ രാവിലെ സംഘം അധികൃതർ ബന്ധപ്പെട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലെ ആൾക്കാർ വന്നിരുന്നു, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അതായത് ഇവരെ സ്വാധീനിക്കാനായിട്ട് ചെന്നിരുന്നു. 2 വ്യക്തി ആരെന്ന് പറയുന്നില്ല. ഞങ്ങളത് അറിയാൻ നിർബന്ധിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങളവിടെ നിക്ഷേപം ഇട്ടിട്ടുണ്ട്, അതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. നിങ്ങൾ അതിൻ്റെ രക്ഷാകർത്ത സ്ഥാനം ഏറ്റെടുക്കാൻ വരണ്ട, ഞങ്ങൾ അവിടെ അവിടുത്തെ ജീവനക്കാരും ബാങ്ക് സംഘവുമായി ബന്ധപ്പെട്ട് അത് സംസാരിച്ചോളാം എന്നാണ് ഞാൻ പറഞ്ഞു വിട്ടത് എന്നാണ് അവരുടെ ഒരു സജീവ് കുമാർ എന്ന ത്രിദീപം വീട്ടിൽ സജീവ് കുമാറിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതെ. അപ്പോൾ ഈ ക്രമക്കേട് ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അത് ഈ സാമ്പത്തിക വർഷത്തിലാണോ? അല്ല, 2018-19 ആഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം വീണ്ടും കഴിഞ്ഞല്ലോ. അതെ, 5 സാമ്പത്തിക വർഷങ്ങൾ പിന്നിട്ടു. സഹകരണ സംഘത്തിൻ്റെ സാമ്പത്തിക വർഷം അനുസരിച്ച് 5 എണ്ണം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് 18-19 ഈ ബാധ്യതകൾ തീർത്തിട്ടുണ്ട് എന്ന് ജീവനക്കാർ ആഡിറ്ററോട് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഇത് കണ്ടത് എഴുതും. 18-19 വായ്പ എടുത്തിട്ട് ഇവിടുത്തെ ക്രമക്കേട് നോക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. അത് നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ മുൻ വർഷങ്ങളിൽ നടന്ന ഓഡിറ്റിംഗിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. 17-18 ആഡിറ്റിൽ ഒരു ക്രമക്കേടിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓഡിറ്റർക്ക് എന്തെങ്കിലും തീർച്ചയായും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അവർ ബോർഡ് മെമ്പർമാരെ സ്വാധീനിച്ച് പല രീതിയിൽ അവരുടെ സംഭാഷണം ഞങ്ങളുടെ ബോർഡ് മെമ്പർമാരുടെ മൊബൈലിലുണ്ട്. ഞാൻ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കുന്നത്, എനിക്ക് ആരുടെയും വർത്തമാനം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുള്ള ഫോണല്ല ഞാൻ കൊണ്ടുപോകുന്നത്. ഞാനൊരു കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പൊതുജീവിതത്തിൽ അങ്ങനെയുള്ള സിമ്പിളായ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ആഡിറ്റർ പറഞ്ഞ കാര്യങ്ങൾ പ്രസിഡൻറ്റിനെതിരായി നിൽക്കണം. ഭരണസമിതിയിൽ പോലെ ഈ റീസെൻ്റായിട്ട് ഒപ്പിടാൻ ചെന്നപ്പോൾ അത് വ്യാജ ഒപ്പാണെന്ന് പറയുകയും പിന്നെ എനിക്കത് ഹൈക്കോടതിയിൽ പോവേണ്ടി വന്നു. മേലുദ്യോഗസ്ഥൻ്റെ ഹിയറിംഗ് നടത്തി. മേലുദ്യോഗസ്ഥൻ നടത്തിയപ്പോൾ ഒപ്പിട്ടിട്ടില്ല, അവർ വ്യാജമെന്ന് ആരോപിച്ച ആ ബോർഡ് മെമ്പറേയും കൊണ്ട് മേലുദ്യോഗസ്ഥൻ്റെ ഹിയറിങ്ങിന് പോവുകയും ഞങ്ങൾ 6 പേരും അവിടെ പങ്കെടുത്തു. ഹിയറിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് കീഴ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെതിരെ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഈ മേലുദ്യോഗസ്ഥൻ്റെ ഹിയറിങ്ങിന് ശേഷം ഹൈക്കോടതി അത് കേസ് ഡിസ്പോസ് ചെയ്യുകയും ഭരണസമിതിയെ തുടരാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസൂത്രിതമായ ഒരു ശ്രമം ആഡിറ്റർ ഉൾപ്പെടെ ഉള്ളവർ ബോർഡിലും ജീവനക്കാരിലും സമ്മർദ്ദം ചെലുത്തി പല ചേരികളിലാക്കി നിർത്തി സംഘത്തെ തകർക്കാൻ ഗൂഢശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആരോപിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അത് താങ്കളോടുള്ള വ്യക്തിവൈരാഗ്യമെന്നായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആഡിറ്റർ വന്നത് ഞാൻ പലപ്പോഴും ഒരു ഭംഗ്യന്തരണ ആണെങ്കിലും പ്രസിഡന്റിനെ ആഡിറ്റ് ചെയ്യാനാണ് ഈ ആഡിറ്റർ ഇവിടെ വന്നത് എന്നാണ് ഞാൻ അവരുടെ സമീപനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഭാര്യ അംബികാദേവിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് പ്രേക്ഷകർക്കത് വ്യക്തമാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതു ആരോപണത്തെക്കുറിച്ചും ക്രമക്കേടിനെക്കുറിച്ചും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല ED ഉൾപ്പെടെയുള്ള സംവിധാനം വരട്ടെ. ഇപ്പോഴത്തെ പ്രക്ഷോഭകർ EDയുടെ ആൾക്കാരാണല്ലോ. അവർ വിചാരിച്ചാൽ ചിലപ്പോൾ ED നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ED വന്ന് അന്വേഷിക്കാൻ ഞാൻ സ്വാഗതം ചെയ്യണം. EDയെ വന്ന് പരിശോധിക്കട്ടെ. ക്രമക്കേട് ഈ മറ്റ് ഏതെങ്കിലും ബാങ്കുകളിൽ ആരോപിക്കപ്പെട്ടതുപോലെ എന്തെങ്കിലും ക്രമക്കേട് നമ്മുടെ സഹകരണ സംഘത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചത് കണ്ടെത്തി ശിക്ഷണ നടപടികൾ സ്വീകരിക്കട്ടെ. അതല്ല റെക്ടിഫിക്കേഷൻ ആഡിറ്റിൽ പറയുന്ന ന്യൂനതകൾ 18-19 ആഡിറ്റ്. അതിലെ ന്യൂനതകൾ പലതും പരിഹരിച്ച് കഴിഞ്ഞതാണ്. വായ്പകൾ അടച്ച് ക്ലോസ് ചെയ്ത് പോയതാണ് പലരും. ഇനിയും വായ്പ കുടിശ്ശികക്കാറുണ്ട്. അത് റിക്കവറി ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ഒരു റിക്കവറി ടീമിനെ തന്നെ ജീവനക്കാരുടെ ഇടയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ റിക്കവറി ടീം ദിവസം പ്രതി ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും വായ്പക്കാരുടെ വീട്ടിൽ പോയി വായ്പ തിരിച്ചടയ്ക്കുവാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇനത്തിൽ 13 കോടിയോളം രൂപ
സംഘത്തിലേക്ക് ഈ ഒരു 7-8 മാസം കൊണ്ട് തിരിച്ചു വരികയും അത് നിക്ഷേപകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ കാരണത്താൽ നിക്ഷേപകർ ഏതൊരുവിധ പ്രശ്നങ്ങളും സംഘത്തിൽ വന്ന് ഉണ്ടാക്കുകയോ ഒരു അപശബ്ദത്തിൽ ആരും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നാളിതുവരെ. അതായത് വെള്ളിയാഴ്ച വരെ. ശനിയാഴ്ച രാവിലെ വാർത്ത വരുന്നു, ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തു, ബിജുകുമാറിൻ്റെ സൂയിസൈഡ് ചെയ്തു. വെള്ളിയാഴ്ച സംഘം പ്രവൃത്തി ദിവസം വരെ സമയം വരെ അങ്ങനെ ഒരു ആരോപണം ഒരു നിക്ഷേപകനും ഉണ്ടാക്കിയിട്ടില്ല. ഈ മരിച്ചുപോയ ബിജുകുമാറിൻ്റെ മകൾ ഗൗരി എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ നഴ്സിംഗ് പഠനത്തിനായി താങ്കൾ ഈ ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അവസാന നിമിഷം പിന്മാറിയത് കൊണ്ട് ആ കുട്ടിക്ക് പിന്നീട് പഠിക്കാൻ പോകാൻ കഴിഞ്ഞില്ലെന്നും ഉള്ള ഒരു ആരോപണം ഒരു മാധ്യമത്തിൽ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ബിജുവിൻ്റെ കുട്ടികൾ ഞാൻ ശരിക്കും കണ്ടിട്ട് പോലുമില്ല. ആ കുട്ടികൾ ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി 2 വർഷത്തിന് മുമ്പ് SSLCക്ക് പഠിച്ചു, ഫുൾ A+ വാങ്ങി. ഞാൻ ഒരു ചാരിറ്റബിൾ സംഘടനയുടെ പ്രസിഡൻ്റാണ്. ആ ചാരിറ്റബിൾ സംഘടന എല്ലാ വർഷവും SSLC +2 സിവിൽ സർവീസ് പരീക്ഷകളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. ആ കുട്ടിയെ വന്ന അവാർഡ് ബിജുവിൻ്റെ മകളും വന്ന അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ആ കുട്ടികളെ കുറിച്ചുള്ള വ്യക്തിപരമായ എനിക്കറിയില്ല. ആ കുട്ടികളെ അധികം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുട്ടികളെ അങ്ങനെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഒരു MLTക്ക് പഠിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു. അത് ഏത് മൂത്തതാണോ ഇളയതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങ് പഠിച്ചിട്ട് വന്നാൽ നമ്മുടെ സഹകരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു നീതി ലാബുണ്ട്. ആ ലാബിൽ മോക്ക് ജോലി എന്തെങ്കിലും അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഇരുത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ താങ്കളോട് വിദ്യാഭ്യാസ വായ്പയെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വിദ്യാഭ്യാസ വായ്പ കൊടുക്കാൻ ഞങ്ങളുടെ സംഘത്തിൽ പ്രൊവിഷൻ ഇല്ല. അതെ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ 2012 ഈ ഒരു സഹകരണ സംഘം തുടങ്ങുന്നത്. അത് മുതൽ താങ്കൾ ഇത് മൂന്നാമത്തെ ടൈമിലാണ് താങ്കൾ ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത്. സംഘം ലാഭത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുവരെ 17-18 വരെ ലാഭത്തിലായിരുന്നു. അതിന്റെ കോവിഡ് വന്നതിന് ശേഷമാണ്. കോവിഡിന് ശേഷം അതിന് ശേഷമുള്ള തിരിച്ചടവിലാണ് നഷ്ടത്തിലേക്ക് ആരും അടയ്ക്കുന്നില്ല. കോവിഡ് 2020 വന്നത്. 2019 ലാസ്റ്റ് മുതൽ. അതെ, 19 ലാസ്റ്റ്, 20 ആദ്യവും. അതിനുശേഷമാണ് തിരിച്ചടവിൽ ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഈ സംഘത്തിന്റെ കീഴിൽ വേറെ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്? സംഘത്തിന്റെ കീഴിൽ 4 ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഉൾപ്പെടെ 4 ബാങ്കിങ് സ്ഥാപനങ്ങൾ, നീതി ലാബുണ്ട്, നീതി സ്റ്റോറുണ്ട്, നീതി മെഡിക്കൽസ് ഉണ്ട്, വളൺ ഡിപ്പോയുണ്ട്, അണിയൂരിൽ ഒരു സഹകരണ ബസാറുണ്ട്, കോപ്പ് മാർട്ടുണ്ട്, പച്ചക്കറി വിൽപ്പന നടത്തുന്നത്, മിൽമയുടെ ഏജൻസി ഉണ്ട്. ഞങ്ങൾ മിൽമ പാലും പാല ഉൽപ്പന്നങ്ങളും അത് വിൽക്കുന്ന ഏജൻസിയും ഞങ്ങളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൂടി 10-40 ജീവനക്കാരെങ്കിലും ഉണ്ടായി. 30-35-ലധികം ജീവനക്കാരുണ്ട്. ഈ പ്രതിസന്ധി വന്നപ്പോൾ കുറച്ച് ഡെയിലി വേജസുകാരെ ഞങ്ങൾക്ക് ഒഴിവാക്കി മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവരെ ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സ്വമേധയാ തന്നെ പോകാൻ തയ്യാറായവരുമുണ്ട്. ഒരാഴ്ചയോളം ആകാൻ പോകുന്നു. ഇപ്പോൾ ഫ്രെയിമിൽ ബിജുകുമാറിൻ്റെ മരണമില്ല. പകരം ഈ ബാങ്കിനെതിരെയുള്ള ചില ആരോപണങ്ങളും ബാങ്കിലെ ജീവനക്കാരെയും താങ്കളെയും അവിടെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇതൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം എന്തോ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക്, അതായത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ബാങ്കിന് മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ പറഞ്ഞു, ഡയറി കുറിപ്പ് എഴുതി വെച്ചു എന്ന് പറഞ്ഞല്ലോ. ബിജു എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ആ ഡയറി കുറിപ്പിൻ്റെ സംശയം, അതാരാണ് എഴുതിയത്, ബിജുവിൻ്റെ കൈയക്ഷരത്തെക്കുറിച്ച് ഞാൻ സംശയം പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഡയറി കുറിപ്പ് വിശദമായി പരിശോധിക്കണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ നടക്കുന്ന സമരാഭാസങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഡയറി കുറിപ്പിൽ സംശയം പ്രചരിപ്പിച്ചത്. ഇത് എന്നെ ടാർഗറ്റ് ചെയ്ത്, പ്രസിഡന്റിനെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെയും തകർക്കുക, ഈ സ്ഥാപനത്തെയും തകർക്കുക എന്നുള്ള ആജന്മ ശത്രുക്കൾ ഈ നാട്ടിൽ കുറച്ച് പേരുണ്ട്. അവരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിജുവിൻ്റെ മരണം വിട്ട് ബിജുവിൻ്റെ കുടുംബത്തെയോടുള്ള സഹതാപമൊക്കെ പോയി ഇപ്പോൾ നിക്ഷേപകരെ വീടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടിറക്കി നിക്ഷേപത്തിൻ്റെ പേരിൽ സമര ആഭാസം സംഘടിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു സമര ആഭാസം എന്നേ ഞാൻ പറയുള്ളൂ. ഈ സമരം ചെയ്യുന്നവർക്ക് പോലും അവിടെ ബാധ്യതയുണ്ട്. അതുപോലും മറച്ചു വെച്ചാണ് ഇത് ബാങ്കിന് ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ ഈ വായ്പ അടയ്ക്കാനുള്ളവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. അവിടെയും എനിക്ക് സംശയമുണ്ട്. ഇത് സമരം നടത്തുന്ന ഞാൻ മൊത്തത്തിൽ ആ പാർട്ടിയെ ആക്ഷേപിക്കുന്നതല്ല, അങ്ങനെ ധരിക്കരുത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാറില്ല. തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ വിമർശിക്കുന്നത്. അല്ലാതെ എന്തിനും ഏതിനും അടച്ചാക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ അല്ല ഞാൻ.
ഞാൻ എല്ലാവർക്കും അവിടെ നിന്ന് വായ്പ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ജീവനക്കാരാണ്. അവിടെ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല ജീവനക്കാരായിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അനുഭാവികളും പ്രവർത്തകരും, അതായത് ഭരണകക്ഷിയുടെ ഇപ്പോഴത്തെ ആൾക്കാർ പോലും അവിടെ പ്രവർത്തകരാണ്. BJP അനുഭാവികളും അതിനകത്തുണ്ട്, കോൺഗ്രസ് അനുഭാവികളും അവിടെ ഉണ്ട്. അതായത് ബാങ്കിന് പ്രവർത്തിക്കാതിരുന്നാൽ, അതായത് ഈ ഒരു ഇഷ്യൂയോട് കൂടി മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സമരാഭാസം. അതിലെനിക്ക് ബലമായ സംശയമുണ്ട്. ഞാൻ അതാണ് ഡയറി കുറിപ്പ് മുതൽ ഇങ്ങോട്ട് പറയുന്നത്. അതിപ്പം ബിജുവിൻ്റെ മരണം വിട്ട് ഇപ്പോൾ സമരം ഏറ്റെടുക്കുമ്പോൾ ഈ സമരം നടത്തുന്ന പാർട്ടിയുടെ ആൾക്കാർ ഉൾപ്പെടെയുള്ള അതിൽപ്പെട്ട എന്തെങ്കിലും ആ പാർട്ടിക്ക് അകത്ത് അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടോ എന്ന് എനിക്കൊരു ബലമായ സംശയമുണ്ട്. ആ ലോൺ വായ്പ എടുത്ത വളരെ വലിയ തുകകൾ എടുത്ത വായ്പ എടുത്ത ആരെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണോ? ഇന്നും സംഘത്തിൽ അദാലത്ത് വെച്ചിട്ടുണ്ട്. അത് അദാലത്ത് നിന്ന് മുടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഗവൺമെൻറ് ഉത്തരവ് പ്രകാരമാണ് അദാലത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പോലീസ് സംരക്ഷണം ഇന്നലെ കാര്യമായി നമുക്ക് ലഭിച്ചിരുന്നില്ല സംഘം പ്രവർത്തിക്കാനും വേണ്ടി. എങ്കിൽ സംഘം പ്രവർത്തിക്കുമായിരുന്നല്ലോ. അപ്പോൾ അവരെ ഈ വായ്പ എടുത്തവരെ ആരെയെങ്കിലും ഏതെങ്കിലും ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ ഒരു നിക്ഷേപകരിലേക്ക് ഇപ്പം സംരക്ഷകരായി മാറിയിരിക്കുന്നത്? നിക്ഷേപകരുടെ സംരക്ഷകരായി ബിജുവിൻ്റെ മൃതദേഹം കൊണ്ട് ദഹിപ്പിച്ചിട്ട് ഇവർ വന്നത് എന്ന് എനിക്ക് ബലമായ സംശയം. അതുപോലെ ബാങ്കിൻ്റെ സ്ഥാപനങ്ങളൊക്കെ അടിച്ചു തകർത്തായിട്ടുണ്ട് സംഭവം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ദിവസം ഡെഡ് ബോഡി കൊണ്ടുവന്ന് നടയിൽ വെച്ചു. എൻ്റെ സ്ഥാപനം കൊണ്ട് ഒരു പരിധി വരെ ജീവിച്ച ഒരു വ്യക്തിയാണ് ബിജു കുമാർ. വളരെ എന്നെ ആശ്രയിച്ചാണ് ആ പയ്യൻ പല കാര്യങ്ങൾ. കുടുംബാംഗങ്ങൾ എൻ്റെ അടുത്ത് വരികയോ ഒന്നും നാളിതുവരെ വന്നിട്ടില്ല. പക്ഷേ ബിജു പലപ്പോഴും സാമ്പത്തികം ഈ സ്ഥാപനത്തിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ളത് രേഖകൾ വെച്ച് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന് അതൊന്നും ഞാൻ വളരെ ഇതായി അന്വേഷിക്കാൻ പോയിട്ടില്ല. വീട് വെച്ചതും ഞങ്ങൾ കൊടുത്ത വായ്പയിൽ നിന്നാണ്. അപ്പോൾ അത് അവരാരും തന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടേ ഇല്ല. നമ്മൾ അങ്ങനെ വായ്പ കൊടുത്ത് ആ പയ്യനെ ഇതുവരെ ജീവിതം പിടിച്ചു നിർത്തി. ഈ ഒരു മാസമായി പുള്ളി എന്നെ കാണാറില്ല. ഒരു മാസം ഒരുപക്ഷെ ഒരു ദിവസവും കൂടി എന്നെ കണ്ടിരുന്നുവെങ്കിൽ, ഇതിനിടയ്ക്ക് ഒരു മാസത്തിനാക്കി ഒരു പ്രാവശ്യമെങ്കിലും എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ അത് ഈ ഇതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കുമായിരുന്നു. കാരണം പലപ്പോഴും അദ്ദേഹം വീട്ടിൽ സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. എനിക്ക് വീട്ടിൽ സ്വൈര്യത കിട്ടുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെ ചെയ്യേണ്ടി വരും എനിക്ക് എന്ന് പറയാറുണ്ട്. അതൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈട് വച്ച് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹം ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ള ആളാണ്. പലതവണ അതിന് മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട ആളാണെന്നിങ്ങനെ ഞങ്ങൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതേക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാം? എനിക്കും അങ്ങനെ നാട്ടുകാരിൽ നിന്ന് അറിയുന്നുണ്ട്. ഇത് 4ാമത്തെ അറ്റംപ്റ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പുള്ളി ഇത്തിരി അല്പം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പക്ഷേ അത് എനിക്കറിയാം, എൻ്റെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് ജീവിതത്തിൽ അത് സംഭവിക്കരുത്. ഒരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലേക്ക് ആരെയും തള്ളിവിടാറുമില്ല. ഞാൻ കടം മറിച്ചായിരുന്നാലും കൊടുക്കുമായിരുന്നു. ഈ അവസ്ഥ എൻ്റെ അടുത്ത് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ബിജു കുമാറിന് എത്ര രൂപയുടെ ബാധ്യത ബാങ്കിലുണ്ട്? ഞങ്ങളുടെ ജീവനക്കാർ റെക്കോർഡുകൾ പരിശോധിച്ച് പറഞ്ഞതനുസരിച്ച് 22,31,200 രൂപ സംഘത്തിലേക്ക് ഏറ്റവും ഒടുവിൽ പിടിച്ച ചിട്ടി ഉൾപ്പെടെ 10 ലക്ഷത്തിൻ്റെ ചിട്ടി പിടിച്ചത് ഉൾപ്പെടെ താങ്കൾക്ക് തന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചിട്ടി പിടിച്ച പൈസ എനിക്ക് തന്നു എന്ന് എന്താവശ്യത്തിനൊന്നും അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയോ? അതോ തെളിവുണ്ടോ? അല്ല, ബൈ ഹാൻഡ് ആയിരിക്കില്ലല്ലോ തന്നത്. ഈ ചിട്ടി പിടിച്ച പൈസ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയല്ലേ. അല്ല, ഞാൻ സാമ്പത്തിക ഇടപാട് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് അല്ല നടക്കുന്നത്. അല്ല, ചില മാധ്യമങ്ങൾ കണ്ടത് ഈ പണം എടുത്ത് താങ്കൾക്ക് ചിട്ടി പിടിച്ച് താങ്കൾക്ക് തന്നു എന്നാണ്. അതാണ് ഞാൻ ദുഃഖകരമായ സംഭവം. അതുകൊണ്ടാണ് ശനിയാഴ്ച രാവിലെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ചാനലിൽ നോക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസിഡന്റ് മുങ്ങി എന്നാണ് പറഞ്ഞത്. MDS ചിട്ടിത്തുകയും കൊണ്ട് പ്രസിഡന്റ് മുങ്ങി. പ്രസിഡന്റ് എവിടെ ഉണ്ടെന്നറിയില്ല, പ്രസിഡന്റിനെ ബന്ധപ്പെട്ടിട്ട് കാണാൻ കഴിയുന്നില്ല. അതിനുശേഷമൊക്കെ മാധ്യമക്കാർ വന്നു. ഇവിടെ എൻ്റെ വീട്ടിൽ ഒരുപാട് മാധ്യമക്കാർ വന്നിരുന്നു. മിക്കവാറും എല്ലാ ചാനലുകാരും വന്നിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ മുങ്ങിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 2 ദിവസത്തിന് മുമ്പ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളെയും നിക്ഷേപകരെയും ഈ കാര്യം അറിയിച്ചത്. ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ അവിടെ ചെമ്പഴന്തിയിൽ നിന്ന് മുങ്ങിയെങ്കിൽ 3-ാം നാൾ
തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ പ്രസ് ക്ലബ്ബിൽ ഞാൻ പൊങ്ങിയെന്ന് അവിടെ പറയുകയും ചെയ്യും, ആമുഖമായി പറഞ്ഞു. താങ്കൾ കോൺഗ്രസിന്റെ ഭാരവാഹിയാണോ? എന്ത് ഭാരവാഹിത്വം വഹിക്കുന്നു? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. താങ്കളെ പുറത്താക്കിയെന്നൊരു ഇത് കേട്ടു. അതിന് ഞാൻ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. താങ്കൾക്ക് അതിന്റെ വ്യക്തമായ തെളിവൊന്നും ഇപ്പോൾ ആരും എന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല, വിശദീകരണം ചോദിക്കുകയോ സസ്പെൻഡ് ചെയ്തതായിട്ടോ എന്നെ അറിയിച്ചിട്ടില്ല. പിന്നെ ഒരു ഞാൻ ഒരാളെ കൊല ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി നടപടിയെടുക്കുക സ്വാഭാവികമല്ലേ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ആ വിശദീകരണം എന്നോട് ചോദിച്ചിട്ടില്ല ആരും. ഏത് സാഹചര്യമാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ ഇടയായത് എന്ന് പാർട്ടിയുടെ ആരും തന്നെ ഇതുവരേക്കും ചോദിച്ചിട്ടില്ല. എങ്കിൽ പോലും ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഞാൻ എൻ്റെ പെറ്റമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുകയാണ്. ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും തീരുന്നതല്ല. ഞാൻ കത്തിച്ചാമ്പലാവുന്നത് വരെ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരിക്കും. ഇനി ഒരൊറ്റ ചോദ്യത്തോടു കൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം നിക്ഷേപകർക്ക് ഇപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ താങ്കൾ തയ്യാറാണല്ലോ. അതേക്കുറിച്ചാണ് പറയുന്നത്. നിക്ഷേപകർക്ക് പൂർണ്ണമായും നിക്ഷേപകരോട് പറയാനുള്ളത് എന്താണ്? നിക്ഷേപകരോട് പറയാവുന്നതിന് വേണ്ടി ഞാൻ ഇന്ന് ജീവനക്കാരുടെ മൊബൈൽ വഴി വാട്സപ്പിലൂടെ സന്ദേശം അയച്ചിട്ടുണ്ട്. ഞാൻ പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ. ഒരു നിക്ഷേപകനും ഈ കുതന്ത്രങ്ങളിലും കുപ്രചരണങ്ങളിലും അകപ്പെടരുത്, വിശ്വസിക്കരുത്. എനിക്ക് നിക്ഷേപകന് തിരികെ പണം കൊടുക്കാൻ കഴിയുമെന്നുള്ള ആർജവം എനിക്കുണ്ട്. അത് ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആത്മവിശ്വാസത്തിൽ കൂടി, അതൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ടാണ് എനിക്ക് ആത്മവിശ്വാസമുള്ളത്. എല്ലാ പ്രവർത്തികളിലും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാൻ വളരെയധികം പ്രതിസന്ധികളെയൊക്കെ, ഇവരെല്ലാവരും ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ട് നിക്ഷേപം. ഒരു കാര്യം കൂടി, എത്ര രൂപയുടെ നിക്ഷേപം? ഇപ്പം നിക്ഷേപം കൊടുത്ത് തീർത്ത് കുറഞ്ഞു. ഇപ്പോൾ 22 കോടി FT അങ്ങനെയാണ്. അത് എനിക്ക് പെട്ടെന്ന് പറയാൻ ഞാൻ അത് അത്രത്തോളം അവരാരും തന്നെ ചോദിക്കുന്നില്ല. അവരെല്ലാവരും എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. നീട്ടിയിട്ടുണ്ട്. എൻ്റെ അഭ്യർത്ഥന മാനിച്ചും അല്ലാതെയും നീട്ടിയിടുന്നുണ്ട്. ആവശ്യമില്ലാത്തവർ നീട്ടിയിടുന്നുണ്ട്. താങ്കളിപ്പോൾ അതിനുള്ള സാവകാശം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ അതാണ് ഇപ്പം സമരാഭാസം നടത്തുന്നവർ വിചാരിച്ചാൽ 1-2 കോടി രൂപ പെട്ടെന്ന് വരാൻ പറ്റും. അവർ പറയുന്ന നിക്ഷേപകർക്ക് തന്നെ കൊടുക്കാം, അവർക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ. പക്ഷെ അവർ ആ വായ്പ തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഇവർ നിക്ഷേപകരുടെ സംരക്ഷകനോ അപ്പോസ്തലരോ ആവേണ്ട കാര്യമില്ല. എനിക്ക് ഈ പ്രസിഡന്റ് എന്നുള്ള ഞാൻ ഒരിടത്തും വിളിച്ചോടില്ല. അവിടെ ഒരു തര കൃത്രിമവും ഇല്ലാത്തത് കൊണ്ട് ഈ പൈസ വായ്പയായാണ് പുറത്തു പോയിരിക്കുന്നത്. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിക്കവറി ടീം, ജീവനക്കാരുടെ ഒരു റിക്കവറി ടീം ഒമിനിയും വാഹനത്തിൽ വായ്പ റിക്കവറി എന്ന് എഴുതി വെച്ചാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വായ്പക്കാരിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ്. അങ്ങനെ കുറേ പണം വരുന്നുണ്ട്, അത് അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കോടിക്കണക്കിന് രൂപ ഇനി പിരിഞ്ഞു കിട്ടാനുണ്ട്. അത് പിരിഞ്ഞു കിട്ടുമ്പോൾ അതിൻ്റെ ഒരു തുച്ഛമായ 4% മതി ഇപ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ. അതുകൊണ്ട് എനിക്ക് ഉത്തമ ആത്മവിശ്വാസമുണ്ട്, ആർജവമുണ്ട്. ഞാൻ ഇത് ഇട്ടിട്ട് ഓടുന്ന ആളല്ല, ഒരു കാരണവശാലും ഇട്ടിട്ട് ഓടുന്ന ആളല്ല. ഞാൻ കൂടെ നിന്ന് ഇതിൻ്റെ ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് ഇനിയിപ്പോൾ 2.5 വർഷം കൂടെ എനിക്ക് പുതിയ നിയമം അനുസരിച്ച് 2.5 വർഷം കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പോലും സംഘത്തിൻ്റെ ഞാൻ നട്ടുവളർത്തിയ സ്ഥാപനമാണ്. എൻ്റെ അവസാന ശ്വാസം വരെയും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കും, നിക്ഷേപകർക്കൊപ്പം നിൽക്കും. ഒരു വായ്പക്കാരനെ ഞാൻ സ്വസ്ഥമായി മനഃപൂർവ്വം തിരിച്ചടയ്ക്കാൻ ഇരിക്കുന്നവർ ഉണ്ട്. അവർക്ക് ഏതൊരുവിധ ഇളവും ചെയ്തു കൊടുക്കില്ല. അവരുടെ പിറകെ നടന്ന് ഈ പണം പിരിച്ചെടുക്കും. അവസാന രൂപ വരെ, 1 രൂപയുണ്ടെങ്കിൽ അതുവരെ പിരിച്ചെടുക്കും. ഞാൻ പിരിച്ചെടുത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം സുഖകരമാക്കും. നിക്ഷേപകരൊന്നും എന്നോട് ഒരുവിധ ബഹളം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും വന്ന് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ വാർത്ത വന്നതിന് ശേഷം. മുമ്പ് നിക്ഷേപകർ എല്ലാവരും ഞങ്ങൾക്ക് സമയവും സമാധാനവും തരുന്നുണ്ട് നിക്ഷേപകർ. പിന്നെ ഇപ്പോൾ ബിജുവിൻ്റെ മരണം വിട്ട് നിക്ഷേപകരുടെ സംരക്ഷകരായി മാറിയപ്പോൾ അവിടെയാണ് എനിക്ക് സംശയം. ഈ സ്ഥാപനത്തെയും എന്നെയും വ്യക്തിഹത്യ നടത്തുകയും തകർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതാണ് ഞാൻ നിക്ഷേപകരോട് പറയുന്നത്. നിങ്ങൾ ഈ കുപ്രചരണങ്ങളിൽ വിശ്വസിക്കരുത്. ഇപ്പോൾ സമരം നടത്തുന്നവർക്ക് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട്, അതിൽ നിങ്ങൾ വശംവദരാകരുത്. ഞാൻ പറയുന്നതും ജീവനക്കാർ പറയുന്നതും ആ സംഘവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ പറയുന്നതും നിങ്ങൾ കേട്ട് നിങ്ങളുടെ പൈസ സമയബന്ധിതമായി ഇത് വാങ്ങാൻ നിങ്ങൾ മുൻകാലങ്ങളിൽ സ്ഥാപനത്തോട് സഹകരിച്ചതുപോലെ വെള്ളിയാഴ്ച വരെ നിങ്ങൾ എങ്ങനെ സഹകരിച്ചോ അതുവരെ ഇനിയും തുടർന്നും സഹകരിക്കണം എന്നാണ് എനിക്ക് നിക്ഷേപകരോടും ഇടപാടുകാരോടും അഭ്യർത്ഥിക്കാനുള്ളത്. 3 ദിവസമായി സംഘത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചിട്ടി അടയ്ക്കാൻ വന്നവരുണ്ട്, ലോൺ അടയ്ക്കാൻ വന്നവരുണ്ട്. അവരെല്ലാം പണം കൊണ്ട് തിരിച്ചു പോയിരിക്കുകയാണ്. അകത്തോട്ട് കടത്തി വിടാൻ ഈ ചട്ടമ്പിമാർ
അനുവദിക്കുന്നില്ല. അപ്പോൾ പിന്നെ ജീവനക്കാർ ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷമാണ്, സഹകരണ വകുപ്പിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷമാണ് അകത്ത് കയറിയിരുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിനെ കടത്തിവിട്ടില്ല. അപ്പോൾ 3 ദിവസം കൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനം താറുമാറായിരിക്കുകയാണ്. പണമിടപാട് നടത്താൻ ഒരു ധനകാര്യ സ്ഥാപനമാണ്. ജനങ്ങൾ പൈസ ഇടാൻ വരുന്നുണ്ട്, അവർക്ക് എടുക്കേണ്ടതുണ്ട്, ആശുപത്രി കേസുകളുണ്ട്. അവരെയൊക്കെ ഞാൻ എങ്ങനെ സമാധാനപ്പെടുത്തുന്നു എന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു മനോവേദനയുണ്ട്. ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ. അപ്പോൾ അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, സംഘത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സാഹചര്യം ഒരുക്കി തരണം. അത് പോലീസ് പ്രൊട്ടക്ഷൻ. എനിക്ക് ആ സ്ഥാപനത്തിൽ അവിടെ എത്താൻ, ഞാൻ ചെന്ന് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് മാറി നിന്ന്. ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. സ്ഥാപനവും എൻ്റെ വീടും തമ്മിൽ 1 കിലോമീറ്റർ പോലും കിലോമീറ്ററിനകത്തേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏത് നിക്ഷേപകനും എന്നെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. അതല്ല സംഘത്തിൽ വരാൻ അതിൻ്റെ അവിടെ ക്രമസമാധാന പ്രശ്നമില്ലെങ്കിൽ ഞാൻ സംഘത്തിൽ ഈ നിമിഷം വരെ ഈ സമയം ഇപ്പോൾ തന്നെ പുറപ്പെടാൻ തയ്യാറാണ്. അല്ലാതെ ഞാൻ ഒളിച്ചോടി നിൽക്കുന്നതല്ല, മുങ്ങി നിൽക്കുന്നതല്ല, ഒന്നുമല്ല. ഞാൻ കൊടുത്ത പണം വായ്പാ ഇനത്തിൽ കൊടുത്തവരെക്കുറിച്ചും ചിട്ടി വാങ്ങിയവരെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം. അവരെ കണ്ട് ഈ പൈസ പിരിച്ചെടുത്ത് കോടിക്കണക്കിന് രൂപ വെളിയിൽ കിടക്കുകയാണ്. അതിനെ പിരിച്ചെടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കുന്ന വളരെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. വായ്പക്കാർ സഹകരിക്കുകയാണെങ്കിൽ ഉറപ്പ് നൽകുന്നത്. അത് നിക്ഷേപകർ ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട. ഇതൊക്കെ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതായത് ഈ 6 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു റിപ്പോർട്ട് ആഡിറ്റിലെ ഒരു റിപ്പോർട്ട് അന്തിമമായ ആഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരാഴ്ചയായുള്ളൂ. ആഡിറ്റർ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ടെന്ന്. അതിനു മുമ്പ് 6-7 മാസത്തിന് മുമ്പ് ഒരു പ്രിലിമിനറി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് എന്നാണ് എന്നെ പറയുന്നത്. ആ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ അവർ സമർപ്പിച്ചത് ഉദ്യോഗസ്ഥർക്കല്ല, പ്രസിഡൻറ്റിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും നാട്ടിലുണ്ടോ എന്ന് തിരക്കി അവർക്കും മറ്റുള്ളവർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കുമാണ് അത് ചോർത്തി കൊടുത്തത്. അപ്പോൾ 6 മാസത്തിന് മുമ്പ് ഈ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് യൂട്യൂബ് ചാനൽ പറഞ്ഞ ആൾ തന്നെയാണ് ഇന്നും. ഇപ്പോഴും ഈ ബിജുവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് 6 മാസത്തിന് മുമ്പുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ എടുത്തിട്ട് ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് തന്നെ ഈ സംഘത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഒരു സംഘത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു പഴയ ഭരണസമിതി അംഗമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വയോധികനായ ജരാനര ബാധിച്ച് ജീവിതത്തിൽ മോഹഭംഗങ്ങൾ വന്ന ഒരു പല സഹകരണ സംഘങ്ങളിൽ നിന്നും ഭാരവാഹിത്വം വഹിച്ച് അവിടെ അവിശ്വാസത്തിലൂടെയും അല്ലാതെയും പുറത്താക്കിയ ഒരു എംബോഹിയാണ് ഈ സ്ഥാപനത്തെ ഇപ്പോൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. ബിജുവിൻ്റെ ആത്മഹത്യയെക്കുറിച്ചല്ല പറയുന്നത്, ബിജുവിൻ്റെ കുടുംബത്തെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിനെക്കുറിച്ചല്ല പറയുന്നത്. 6 മാസത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ചില ചാനലുകളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ തകർക്കുക എന്നുള്ളത് ചിലരുടെ ലക്ഷ്യമാണ്. അത് നടക്കില്ല. ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അതിനെ തട്ടിമാറ്റി ആത്മവിശ്വാസത്തോടെ എൻ്റെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ പണാപഹരണം നടത്തിയിട്ടില്ല, പണം ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് കൊടുത്തിട്ടില്ല. പ്രസിഡൻറ്റിനോ മറ്റുള്ളവർക്കോ ഭരണസമിതി അംഗങ്ങൾക്കോ ജീവനക്കാർക്കോ ബിനാമി സംവിധാനങ്ങളില്ല. ഇതിനേക്കാളും നടന്ന പ്രദേശ സഹകരണ ബാങ്കുകളിലൊന്നും നടക്കാത്ത ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രമക്കേട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആധികാരികമായി. അന്വേഷിക്കട്ടെ ഉദ്യോഗസ്ഥരെ. ക്രമക്കേടാണ് അവിടെ നടന്നതെങ്കിൽ ക്രമക്കേട് വേറെ, വായ്പ കൊടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത് വേറെ. ക്രമക്കേടെന്ന് വെച്ചാൽ പണം അപഹരണം നടത്തിയതാണ്. തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് അതിനെ ക്രമക്കേടെന്നും പണ അപഹരണമെന്നും പറയുന്നത്. ഇവിടെ ആ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഈ സ്ഥാപനത്തിലില്ല. വായ്പ നമുക്കറിയാം, വായ്പ കൊടുത്തവർ യഥാസമയം തിരിച്ചടക്കിയില്ല. ആവശ്യത്തിനനുസരിച്ച് പണം വരാൻ സാധ്യത കുറവാണ്. ഒരു പക്ഷേ ഇനിയും വായ്പ എടുത്തവർ നമ്മുടെ സ്ഥാപനത്തെ ചതിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ താമസിക്കുന്ന വീടും വസ്തുവും ഞാൻ വിൽക്കുന്നതിന് ഞങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് വിറ്റ് അടിയന്തരമായി ഈ പണം ഒരു എഗ്രിമെൻറ്റ് എഴുതാതെ എത്രയും പെട്ടെന്ന് ആരെങ്കിലും അതും കൂടി ഞാൻ ഇതിൻ്റെ പ്രേക്ഷകരുടെ സമർശം അഭ്യർത്ഥിക്കുകയാണ്.
ഈ വസ്തുവും ഒരു 25 സെൻറ്റോളം വരും. അതും ഈ വീടും കൂടി വാങ്ങാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരു ഹൗസിംഗ് ലോണുണ്ട്, അതും കൂടി ആ ബാധ്യത തീർത്ത് എൻ്റെ സംഘത്തിൽ കൊണ്ടിട്ട് നിക്ഷേപകർക്ക് ആ പണം ഞാൻ കൊടുക്കും, അത്യാവശ്യക്കാർക്ക് പണം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഘം പ്രസിഡൻറ്റിൻ്റെ നിലപാട്. ഇനി നിക്ഷേപകർ തീരുമാനിക്കട്ടെ. കാരണം ഈ സംഘത്തിൻ്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോയാൽ മാത്രമേ നിക്ഷേപകർക്ക് പണം മടക്കി കിട്ടൂ. പക്ഷേ വായ്പ അടയ്ക്കാനുള്ളവരും തിരിച്ചു കൊടുക്കണം, അതാണ് മര്യാദ. അപ്പോൾ ഇതുപോലൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരു മരണത്തെ വെച്ച് വിലപേശി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഈ ഫ്രെയിമിൽ ബിജുകുമാറിൻ്റെ മരണമില്ല. ആ മരണത്തെ മുതലെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ബാങ്കിനെ തകർക്കാൻ നടക്കുന്ന ഒരു ശ്രമമായിട്ടാണ് മൂന്നാമത്, അതായത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതും അതുതന്നെയാണ്. ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം.